മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ വെച്ച് മുൻ പഞ്ചാബ് ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ അധ്യക്ഷനുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ആക്രമണം. ഹസൂർ സാഹിബ് ഗുരുദ്വാരയ്ക്ക് സമീപത്ത് വെച്ചാണ് അക്രമിയുടെ വെട്ടേറ്റ് അദ്ദേഹത്തിന്റെ വലതുകൈക്ക് പരിക്കേറ്റത്. സംഭവത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സംസ്ഥാന നേതാക്കളും ശക്തമായി അപലപിച്ചു. ഇത് ചെയ്തയാൾ ഒരു നിഹാംഗ് സിഖാണ്. ഇയാൾ ആയുധങ്ങളുമായി ഇങ്ങനെ നടക്കുന്ന ഒരു വിഭാഗമാണ് നിഹാംഗുകൾ എന്ന് പറയുന്നത്. സിഖ് വിഭാഗത്തിലെ ഇവരോട് വലിയ ബഹുമാനവും ആദരവും ഒക്കെ ആയിരുന്നു മുൻപ് വരെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അവരിൽ ഒരു വിഭാഗം, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, ഒരു വിഭാഗം ഈ വിഘടനവാദികളുടെയും വിധ്വംസക ശക്തികളുടെയും കയ്യിലെ ചട്ടുകമായി മാറിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. ഏത് ഭാരതവിരുദ്ധ പ്രതിഷേധം നടന്നാലും ഇവന്മാർ കുറെ വടിയും തടിയും വടിവാളും കട്ടപ്പാറയുമായി ഇറങ്ങി ആക്ഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, പഞ്ചാബിൽ ഈ മതപരിവർത്തനം വ്യാപകമാകുമ്പോഴും ഇവന്മാരെ ആ വഴിക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇടയ്ക്കൊന്ന് ഈ മതപരിവർത്തനം തടയാൻ, അതായത് ക്രൈസ്തവ മതപരിവർത്തനം തടയാൻ പോയി ഈ മതം മാറ്റ മാഫിയയുടെ കയ്യിൽ നിന്നും വാരിക്കൂട്ടി നിലം തൊടാതെ ഓടുന്ന ഈ നിഹാംഗുകളുടെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്നതാണ് ചുരുക്കം. വഴിവക്കിൽ വെച്ച് ഇവന്മാർക്ക് അടി കിട്ടുന്ന കാലം വിദൂരമല്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കണം. പൊതുജനം എക്കാലവും ഇതൊന്നും ക്ഷമിച്ചു എന്ന് വരില്ല. വാർത്തയിലേക്ക്. ഭാര്യയും അകാലിദൾ എംപിയുമായ ഹർസിമ്രത് കൗർ ബാദലിനൊപ്പം നന്ദേഡിയിലെ പുണ്യസ്ഥലമായ ഹസൂർ സാഹിബ് സന്ദർശിക്കവെയാണ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ആക്രമണമുണ്ടായത്. അക്രമിയുടെ വെട്ടേറ്റ് അദ്ദേഹത്തിന്റെ വലത് കൈക്ക് പരിക്കേറ്റു. ചോദ്യം ചെയ്യലിലാണ് പ്രതി പൂനെ സോളാപൂർ ബസാർ സ്വദേശിയായ 62-കാരൻ ജയ്പാൽ സിംഗ് ആണെന്ന് വ്യക്തമായത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരും പോലീസും ചേർന്ന് ആക്രമണം നടത്തിയ നിഹാംഗ് വിഭാഗത്തിൽപ്പെട്ട ജയ്പാൽ സിംഗിനെ ഉടൻ തന്നെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹർസിമ്രത് കൗർ ബാദലുമായി ഫോണിൽ സംസാരിച്ച് സുഖ്ബീർ ബാദലിന്റെ ആരോഗ്യനില വിലയിരുത്തി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും സുഖ്ബീർ ബാദലുമായി സംസാരിക്കുകയും സംഭവത്തിൽ അന്വേഷണത്തിന് നന്ദേഡ് എസ്പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ബാദൽ നിലവിൽ അപകടനില തരണം ചെയ്തതായും വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും അകാലിദൾ നേതൃത്വം അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരണയോ വ്യക്തിവൈരാഗ്യമോ എന്താണെന്ന് കണ്ടെത്താൻ മഹാരാഷ്ട്ര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജനം, ഡൽഹി.